അനേകം തളർവാദ രോഗികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. 10-20 കൊല്ലം തളർവാദമായിട്ട് കിടക്കുന്നവർ. എന്നാൽ നമ്മളോ എന്നാൽ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്നു. അതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല, ദൈവം നിരന്തരം ആരോഗ്യം നൽകി നമ്മളെ പരിപാലിച്ചു. കണ്ണിന് കാഴ്ചയില്ലാത്തവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ 2 കണ്ണിനും നല്ല കാഴ്ചയുണ്ട്, അല്ലെങ്കിൽ പകുതി മുക്കാലും നന്നായിട്ട് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ പരിപാലനയും നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച നൽകുന്നു, പ്രകാശം നൽകുന്നു, ചെവികൾക്ക് കേൾവി നൽകുന്നു, നമുക്ക് സ്പർശന ശക്തി നൽകുന്നു, ആരോഗ്യം നൽകുന്നു, ബുദ്ധിശക്തി നൽകുന്നു, ചിന്തിക്കാൻ കഴിവ് നൽകുന്നു, തീരുമാനമെടുക്കാൻ ശരിയായ നല്ല തീരുമാനമെടുക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നു. നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തകർച്ചകളിൽ നിന്നും ദൈവം പുതിയ നന്മ ഉളവാക്കുന്നു. ആ വിശ്വാസം നമുക്ക് തരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 28-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി മാറ്റുന്നുവെന്ന് നമുക്കറിയാമല്ലോ. രാത്രിക്ക് ശേഷം പകൽ കൊണ്ടുവരുന്ന ദൈവം, ദുഃഖവെള്ളിക്ക് ശേഷം ഉയർപ്പ് ഞായർ ഒരുക്കി തരുന്ന ദൈവം, മരണത്തിന് ശേഷം ഉയർപ്പ് നൽകുന്ന ദൈവം, യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം മഹത്വപൂർണമായ പുനരുദ്ധാനം നൽകി യേശുവിനെ ഉയർപ്പിച്ചു. യേശു ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. ആ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് നമ്മളൊക്കെ അനേകായിരം അത്ഭുതങ്ങൾ പ്രാപിച്ച് ഉണർവുള്ളവരായി ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ ചിലര് തണ്ടല് വേദന, കഠിനമായ നടുവേദനയായിട്ടാണ് ഇന്നിവിടെ വന്നത്. കുറേ നേരം ഇരിക്കാൻ വിഷമമുണ്ടായിരുന്നു, ഇരിക്കുമ്പോൾ വേദന, നിൽക്കുമ്പോൾ വേദനയുണ്ടായിരുന്നു. ഇതാ അനേകം പേരെ കർത്താവ് ഇതിനകം സുഖപ്പെടുത്തിയിരിക്കുന്നു. ശരീരത്തിൻ്റെ ഒരു വശം വേദന, അരക്കൂട് വേദനയുണ്ടായിരുന്നു. എന്നാൽ ഇതിനകം കർത്താവ് നമ്മളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. കാലിന് വേദന, കാൽമുട്ടിന് വേദന ഉണ്ടായിരുന്നു. ഇതിനകം നമ്മളെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. തണ്ടല് വേദന സുഖപ്പെട്ടവരെ ഇന്നിവിടെ വന്ന ശേഷം തണ്ടല് വേദന സുഖപ്പെട്ടവർ കൈപൊക്കുക. വന്നപ്പോഴും തുടർച്ചയായിട്ടിരിക്കുമ്പോഴും ഒക്കെ വേദന ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വേദന അനുഭവപ്പെടുന്നില്ല. എല്ലാവരും അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് അവർ മുൻവശത്തേക്ക് വന്നേ. സൗഖ്യം കിട്ടിയവരെല്ലാം ഇവിടെ വന്ന് വലതുകരം ഉയർത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് സുഖപ്പെടാത്ത നട്ടൽ വേദനയായിരിക്കാം ഇതിനകം സുഖപ്പെട്ടത്. ചിലർക്ക് 10 കൊല്ലത്തിലധികം പഴക്കം, എല്ലാവരും കൈതാത്തിയിടുക. 10 കൊല്ലത്തിലധികം പഴക്കമുള്ള തണ്ടൽ വേദന സുഖപ്പെടുന്നു. അങ്ങനെയുള്ളൊരു കൈപൊക്കിക്കേ, അവർ കൈവീശി കാണിച്ചേ. എത്ര പേരുണ്ടെന്ന്? 10 കൊല്ലത്തിലധികം പഴക്കമുള്ള തണ്ടൽ വേദന സുഖപ്പെടുന്നു. 20 പേര് 10 കൊല്ലത്തിലധികം പഴക്കമുള്ള തണ്ടൽ വേദന സുഖപ്പെട്ട് സാക്ഷ്യപ്പെടുത്താനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എല്ലാവരും കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 20-30 കൊല്ലം പഴക്കമുള്ള തണ്ടൽ വേദന സുഖപ്പെട്ടവരുണ്ടെങ്കിൽ കൈപൊക്കുക. 20-30 കൊല്ലം അവർ മാത്രം മുൻവശത്തേക്ക് വരിക. എത്ര കൊല്ലത്തെ തണ്ടൽ വേദനയാണ് സുഖപ്പെട്ടത്? 25. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അടുത്തയാള്. സ്ഥലം, പേര്? മേരി, ചാലക്കുടി. എത്ര കൊല്ലത്തെ തണ്ടൽ വേദനയാണ് സുഖപ്പെട്ടത്? 25. കൈയടിക്കുക. അടുത്തയാള്. പേര്, സ്ഥലം? റീന, പടിഞ്ഞാറ് ചാലക്കുടി. 25 കൊല്ലം. 25 കൊല്ലം പഴക്കമുള്ള തണ്ടൽ വേദന. അടുത്തയാള്. 30 വർഷമായി. 30 വർഷം പഴക്കമുള്ള തണ്ടൽ വേദന. പേര്, പേര്? റോസി, കലറ്റുങ്ങര. 30 കൊല്ലം പഴക്കം. അടുത്തയാള്. പേര്, സ്ഥലം? ആന്റണി, മുരുങ്ങൂര്. എല്ലാവരും 35 കൊല്ലത്തിലും മീതെ ആയിട്ട് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പോൾ 70 വയസ്സ്. 70 വയസ്സ്. 35 വയസ്സിലുണ്ടായ നടുവേദനയാണ് ഇപ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തിയത്. പോള്, ഇരിഞ്ഞാലക്കുട. 30 വർഷത്തിന് മുകളിലായിട്ട് എനിക്ക് തണ്ടൽ വേദന ഉണ്ടായിരുന്നു. അതിപ്പോൾ സുഖപ്പെട്ടു. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ജീവനുള്ള ദൈവം വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. ജീവനുള്ള ദൈവം ദൈവവചനത്തിൽ സന്നിഹിതനാണ്. ജീവനുള്ള ദൈവം നമ്മുടെ സ്തുതിപ്പിലും ഗാനാലാപത്തിലും ഇറങ്ങി വരുന്നവനാണ്. നമ്മുടെ ദൈവാരാധനയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾക്ക് പരിശുദ്ധാത്മ അഭിഷേകവും പരിശുദ്ധാത്മ നിറവും അത്ഭുത സൗഖ്യവും നൽകുന്നവനാണ്. ഹല്ലേലൂയ. 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 ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് ദൈവവചനത്തിൻ്റെ മുമ്പിൽ ആമേൻ പറഞ്ഞവളാണ് മറിയം. അപ്പം ആ മറിയം ചില കാര്യങ്ങൾ, ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ, പ്രവാചകനായ ശമയോൻ പറഞ്ഞ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. നിന്റെ ചങ്കിൽ ഒരു വാള് കിടക്കും. യേശുവിൻ്റെ കുരിശുമരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു ജീവിച്ചത്. അതിനുവേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്, എല്ലാവരുടെയും പാപത്തിന് പരിഹാരം ചെയ്യുവാനായിട്ട്. മറിയത്തിന് ഇത് അറിയാമായിരുന്നു. തൻ്റെ മകൻ കുരിശിൽ തൂക്കപ്പെട്ടു കൊല്ലും, പാപമില്ലാത്തവൻ എല്ലാ പാപികൾക്കും വേണ്ടി പാപപരിഹാര ബലിയായി മരിക്കും എന്ന് മറിയത്തിന് അറിയാമായിരുന്നു. ഒരിക്കൽ പോലും മറിയം പ്രാർത്ഥിച്ചില്ല പിതാവിനോട്, പിതാവേ മകൻ്റെ കുരിശുമരണം ഒന്ന് മാറ്റിത്തരണമേ, ഒന്ന് ഒഴിവാക്കി തരണമേ. മറിയത്തിന് അറിയാമായിരുന്നു ലോകരക്ഷയ്ക്ക്, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് ബലിയായി തീരുവാൻ, പാപപരിഹാരമായി തീരുവാൻ യേശു വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങൾക്കും പിന്നിൽ ഒരു ദൈവഹിതമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പല കാര്യങ്ങളും പോകുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നടക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം സത്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മെച്ചമായിട്ട് നടക്കും എന്ന് വേദപുസ്തകം പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 3:20. എല്ലാവരും പറഞ്ഞ് എഫേസുസ് 3:20. വലതുകരം ഉയർത്തി ശബ്ദത്തിൽ. എഫേസുസ് 3:20. നാം ചിന്തിക്കുന്നതിലും നാം ചിന്തിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ പിതാവായ ദൈവം യേശുക്രിസ്തുവിലും സഭയിലും നമുക്ക് നൽകും. യേശുക്രിസ്തുവിന്റെ യോഗ്യതയെ മുൻനിർത്തി യേശുവിന്റെ നാമത്തില് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അതിനേക്കാൾ കൂടുതലും ദൈവം തരും. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ തരുമെന്ന് പറഞ്ഞത്? പലപ്പോഴും പലരും പരിശുദ്ധാത്മാവ് നിറയാനും ദൈവസ്നേഹം നിറയാനും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടാനും പ്രാർത്ഥിക്കാറില്ല. പലപ്പോഴും പാവപ്പെട്ട മനുഷ്യർ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴത്തെ കുരിശൊന്ന് മാറ്റിത്തരണമേ. അതിനുവേണ്ടിയല്ല ദൈവം കുരിശ് തരുന്നത്. പിന്നെയോ ഈ സഹനത്തിലൂടെ പുതിയ വെളിച്ചം നൽകുവാൻ, പുതിയ വെളിപ്പെടുത്തൽ നൽകുവാൻ, പുതിയ ആത്മീയ അറിവ് നൽകുവാൻ, പുതിയ ഉൾക്കാഴ്ച നൽകുവാൻ, പുതിയ ദൈവിക ജ്ഞാനം നൽകുവാൻ, പുതിയ ആത്മീയ ഉയരങ്ങളിലേക്ക് നമ്മെ നയിക്കുവാൻ, അതിനുവേണ്ടിയാണ് ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നത്. ആകയാൽ ഈ പോട്ട ആശ്രമത്തിൽ, പോപ്പുലർ മിഷൻ സെൻറ്ററിൽ ദൈവവചന ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ദൈവം ഒരു പുതിയ പ്രാർത്ഥനാ ശൈലി നമ്മളെ പഠിപ്പിച്ചു. നിങ്ങളുടെ തകർച്ചകൾ മാറണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. തകർച്ചകൾ മദ്യപാന തകർച്ചയാവാം, സാമ്പത്തിക തകർച്ചയാകാം, അപമാന തകർച്ചയാകാം, തെറ്റിദ്ധാരണയാകാം. അവയെ പ്രതി ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക. അപ്പോൾ ദൈവസ്നേഹം കൊണ്ട് നിറയും. അപ്പോൾ നമ്മുടെ ദുഃഖഭാരം മാറും. നമ്മുടെ തകർച്ചകളെ പ്രതി, രോഗങ്ങളെ പ്രതി, കഷ്ടതകളെ പ്രതി ദൈവത്തെ സ്തുതിച്ച് ദൈവസ്വരം ശ്രവിക്കുവാൻ കാതോർത്ത് കാത്തിരിക്കുക. ദൈവമേ, എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ വെളിച്ചവും വെളിപ്പെടുത്തലും എനിക്ക് നൽകണമേ. നമ്മുടെ തകർച്ചകളെയും രോഗങ്ങളെയും അപമാനങ്ങളെയും പ്രതി ദൈവത്തെ സ്തുതിച്ച് ഇതുപോലെ തകർച്ചയുള്ള ആയിരങ്ങൾക്കും 10,000-കൾക്കും വേണ്ടി സ്നേഹത്തോടെ മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുക. അനേകായിരങ്ങൾക്ക് വേണ്ടി
മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഒരു മദ്യപാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം 10,000-ഓ 20,000-ഓ 30,000-ഓ 40,000-ഓ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, നമ്മുടെ വീട്ടിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ സന്തോഷത്തോടെ കടന്നു വരും. നമ്മുടെ മദ്യപാന തകർച്ച, കുടുംബ തകർച്ച, കുടുംബ ബന്ധ തകർച്ച, കുടുംബത്തിലെ വഴിപിഴപ്പ്, ഇതോ ഓർത്ത് ദുഃഖിച്ച് മനം തളരാതെ സ്തുതിക്കുക. പ്രത്യാശയിൽ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. സങ്കീർത്തനം 91 നാം വായിക്കുന്നു, 1000 നിന്റെ ഇടത്തുഭാഗത്ത് വീഴും, 10,000 നിന്റെ വലത്തുഭാഗത്തും. നമ്മൾ മധ്യസ്ഥം വഹിക്കുമ്പോൾ 10,000ങ്ങളിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. തൊണ്ടയിൽ അസ്വസ്ഥതയുണ്ടായിരുന്ന കുറേ പേർക്ക് കർത്താവ് ഇതിനകം സൗഖ്യം കൊടുത്തിട്ടുണ്ട്, സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്വരതടസ്സം, തൊണ്ടവേദന, തൊണ്ടയിൽ മുഴ, ഇതൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആർക്കൊക്കെ സൗഖ്യം കിട്ടിയെന്ന് നോക്കുക. ഒന്നുകൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്വരതടസ്സമുണ്ടായിരുന്നവര് സ്വരതടസ്സം മാറിക്കിട്ടിയെങ്കിൽ കൈവക്കുക. തൊണ്ടയിൽ മുഴയുണ്ടായിരുന്നവർ സുഖപ്പെട്ടെങ്കിൽ കൈവക്കുക. തൊണ്ടയിൽ മറ്റ് അസ്വസ്ഥതയോ വേദനയോ ഉണ്ടായിരുന്നുവെങ്കിൽ സുഖപ്പെട്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. ഈ അസുഖങ്ങളെല്ലാം കുറഞ്ഞവർ, മാറിയവർ എഴുന്നേറ്റ് നിൽക്കുക. തൊണ്ടയിൽ അസ്വസ്ഥത, തൊണ്ടയിൽ വേദന, സ്വരതടസ്സം, തൊണ്ടയിൽ മുഴ, ഇതെല്ലാം ഉണ്ടായിരുന്നവർ 2 കൈയും ഉയർത്തി കൈവീശി കാണിക്കാം. 2 കൈയും ഉയർത്തി കൈവീശി കാണിക്കുക. 25ഓളം പേർക്ക് ഈ സൗഖ്യം കിട്ടിയിരിക്കുന്നു. കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എല്ലാവരും ഇരിക്കുക. ശരീരത്തിൽ ഒരു വശത്ത് വേദനയും തളർച്ചയും ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. കാൽ വേദന, കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. ശരീരത്തിൽ ഒരു വശം വേദന, തളർച്ച, അരക്കൂട് വേദന സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അവരും എഴുന്നേറ്റ് നിൽക്കുക. അരക്കൂട് വേദന, ശരീരത്തിൽ ഒരു വശം വേദന, പിന്നെ കാൽമുട്ട് വേദന, കാലുവേദന ഉണ്ടായിരുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. സൗഖ്യം കിട്ടിയെങ്കിൽ 2 കൈയും ഉയർത്തി കൈവീശി കാണിക്കുക. അവർ മുൻവശത്തേക്ക് വരിക, സ്റ്റേജിലേക്ക്. ചിലർക്ക് കൈവേദന, കൈ ഉയർത്താൻ പ്രയാസമുണ്ടായിരുന്നു, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഇരിക്കുന്നവർ അവരെഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് കൈവേദന മാറിയോ, കൈ ഉയർത്താനുള്ള ശക്തി കിട്ടിയോ എന്ന് നോക്കുക. അവർ കിട്ടിയെങ്കിൽ കൈവീശി കാണിക്കുക. എങ്കിൽ മുന്നോട്ട് വരിക. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറയുമ്പോൾ ഈശോ പറയുകയാണ്, പിതാവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയും. നമ്മൾ കർത്താവിന് സാക്ഷ്യപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ ആ നിമിഷം പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ യേശു പറയും, ഈ സാക്ഷ്യപ്പെടുത്താൻ വന്നിരിക്കുന്നവർക്ക്, തയ്യാറാകുന്നവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുക്കുക, വരദാനങ്ങൾ കൊടുക്കുക, വരപ്രസാദങ്ങൾ കൊടുക്കുക, കൃപാവരങ്ങൾ കൊടുക്കുക. അവർ ദൈവ ശുശ്രൂഷയ്ക്കായി ഇനിയും അവരെ ദൈവം ഉപയോഗിക്കും. അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ, അനേകായിരങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ, അനേകായിരങ്ങളെ വചന ശുശ്രൂഷയിലേക്ക് പറഞ്ഞുവിടുവാൻ, പാവപ്പെട്ടവര്, ദരിദ്രര്, നിസ്സഹായര്, ഇവരെ സഹായിക്കുവാൻ ഇവരെയെല്ലാം ദൈവം ഉയർത്തും, ഉപയോഗിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം കിട്ടിയവര്, സാക്ഷ്യപ്പെടുത്താൻ വന്നിരിക്കുന്നവര് വലതുകരം ഉയർത്തി കാണിക്കുക. അവരുടെ എണ്ണം എടുത്ത് പറയുക. വലതുകരം ഉയർത്തി അവർ കൈവീശി കാണിക്കുക. വലതുകരം ഉയർത്തി. 75ഓളം പേരാണ് സാക്ഷ്യപ്പെടുത്താൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. കൈതാത്തിയിടാം. ഈ കൂട്ടത്തിൽ ചിലരുടെ 20 കൊല്ലം 30 കൊല്ലം പഴക്കമുള്ള രോഗമാണ് സുഖപ്പെട്ടതെങ്കിൽ അവർ കൈവക്കുക. 20 കൊല്ലം 15 കൊല്ലം 10 കൊല്ലത്തിലധികം പഴക്കമുള്ള രോഗം, അവർ മുൻവശത്തേക്ക് വരിക. മറ്റുള്ളവർ നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് പോകാം. 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം പഴക്കമുള്ള രോഗങ്ങൾ
വിട്ടുമാറിയവര് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുക. കൈ പൊക്കിയവര് മാത്രം. പേര്, സ്ഥലം? എൻ്റെ പേര് മേരി, വീട് കൊമ്പടി. 18 കൊല്ലം എൻ്റെ കാല് എപ്പോഴും അരയപ്പും വേദനയും, എനിക്ക് മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ മുട്ടുകുത്തായിരുന്നു. അങ്ങനെ ഇപ്പൊ മുട്ടുകുത്താൻ വിഷമമായിരുന്നു എന്നുള്ളൊരു കൈ പൊക്കിക്കേ. ആ, പ്രൈസ് ദി ലോർഡ്. അവർക്ക് 18 കൊല്ലം പഴക്കമുള്ള രോഗം സുഖപ്പെട്ടു. അടുത്തയാള് മേരി, വിളയനാട്. 14 വർഷമായി ഓട്ടോറിക്ഷ മുട്ടിയിട്ട് മുട്ടുകുത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ഓട്ടോറിക്ഷ മുട്ടി 14 കൊല്ലമായി വേദന വിട്ടുമാറുന്നു. അടുത്തയാള് പ്രൈസ് ദി ലോർഡ്. 25 കൊല്ലമായി നീരായിട്ട് തൊണ്ടൽ വേദനയായിരുന്നു, ഇപ്പം സുഖപ്പെട്ടു. 25 കൊല്ലം പഴക്കമുള്ള നീരും വേദനയും സുഖപ്പെടുന്നു. 10 കൊല്ലം പഴക്കമുള്ള കാലിൽ മുട്ട് വേദന സുഖപ്പെടുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. അടുത്തയാള് പേര് ആനി ജോസഫ്, സ്ഥലം മേക്കാട്. 12 കൊല്ലമായി ചിക്കൻ കുനി വന്നതിന് ശേഷം മുട്ടുകുത്താൻ പാടില്ലായിരുന്നു. ഇപ്പൊ പറ്റുമോ? ഇപ്പം ഇന്ന് മുട്ടുകുത്തി. ഒന്ന് മുട്ടുകുത്തിക്കേ. ചിക്കൻ കുഞ്ഞു വന്ന ആളെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. കൈയടിച്ച് കർത്താവ്. അടുത്തയാള് ഹല്ലേലൂയ. പേര് തങ്കമ്മ, പെരുമ്പാവൂര്. 15 വർഷമായി. 15 വർഷമായി രോഗം സുഖപ്പെടുന്നു. അടുത്തയാള് പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മറിയം, മരോട്ടിച്ചാൽ രാജ്യം. കാലിൻ്റെ മുട്ട് വേദനയിട്ട് 10-15 കൊല്ലമായി ശരിക്കും മുട്ടുകുത്തിയിട്ട്. 14 പേര് കൂടെ 10 കൊല്ലത്തിലധികം ഉള്ള വേദന സുഖപ്പെട്ടവരുണ്ട്. എല്ലാവരും കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യെശയ്യാ 13-ാം അധ്യായത്തില്, ഈ യെശയ്യാ 13-ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു. ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ യേശുവിൻ്റെ പീഡാനുഭവം ദർശനത്തിൽ കണ്ടു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, ആരും അവനെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. വലതുകരം ഉയർത്തി എല്ലാവരും പറയുക. നമ്മുടെ വേദനകളാണ്, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അവൻ ചുമന്നത്. അവന്റെ ക്ഷതങ്ങളാൽ, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നാം സൗഖ്യം പ്രാപിച്ചു. അവനേറ്റ അടികളാൽ, അവനേറ്റ അടികളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നാം സൗഖ്യം പ്രാപിച്ചു. 2 കൈയും ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയും നമുക്ക് വേണ്ടി സഹിച്ച് വേദനയോടെ പ്രാർത്ഥിച്ച വിഷയങ്ങള് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തില് 12-ാം അധ്യായത്തില് ഗർഭിണിയായ ഒരു സ്ത്രീയെ ചിത്രീകരിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ ഗർഭിണിയായിരുന്നു, പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. യോഹന്നാൻ ശ്ലീഹ ദർശനം കാണുകയാണ്. ഗർഭിണിയായ ഒരു സ്ത്രീയെ, അവൾ ഗർഭിണിയായിരുന്നു, പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. യേശു ജനിച്ചിട്ട് എത്രയോ മരിച്ചുയർത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞല്ലേ വെളിപാടിൻ്റെ പുസ്തകം എഴുതുക. ആരെക്കുറിച്ചാണ് ഈ ദർശനം എഴുതിയിരിക്കുന്നത്? പരിശുദ്ധ അമ്മയെക്കുറിച്ച്. അവൾ പ്രസവ വേദന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം അതിൻ്റെ അർത്ഥം? പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തില് 4-ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവ വേദന അനുഭവിക്കുകയാണ്. നിങ്ങൾ യേശുവിൻ്റെ മക്കളായിത്തീരുന്നതിനു വേണ്ടി, പാപ ദുശീലങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നതിനു വേണ്ടി ഞാൻ പ്രസവ വേദന അനുഭവിക്കുകയാണ്. ഇവിടെ മറിയത്തെക്കുറിച്ച് പറയുന്നു. മറിയം പ്രസവ വേദനയാൽ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. മാതാവ് രക്തക്കണ്ണീർ ഒഴുക്കുന്ന ചിത്രങ്ങളും പ്രതിമകളും നാം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രത്യക്ഷീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് രക്തം കണ്ണീരായി ചിന്തി മാതാവ് കരയുക?
നമ്മുടെ ഓരോരുത്തരുടെയും ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിനായിട്ട് പാപത്തിന് അടിമപ്പെട്ട് നശിച്ച് നിത്യനരകാഗ്നിയിലേക്ക് പോകാനിടയുള്ളവർക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ കണ്ണീരോടെ മധ്യസ്ഥം വഹിക്കുന്ന അമ്മ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. 6-ാം തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. വെളിപാടിന്റെ 12-ാം അധ്യായത്തില് നാം ഇപ്രകാരം വായിക്കുകയാണ്. ആ സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനങ്ങളെയും വചനമാകുന്ന ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ള ഒരു ആൺകുട്ടി. ദൈവവചനം നൽകി വ്യക്തി ജീവിതങ്ങളെ പഠിപ്പിക്കുന്നവൻ, ദൈവവചനത്താൽ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നവൻ, ദൈവവചനം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നവൻ, അവനാണ് യേശുക്രിസ്തു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും വചനമാകുന്ന ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കുന്നവൻ. വചനത്തിലൂടെ ശാസിക്കും, വചനത്തിലൂടെ പ്രബോധനം നൽകും, വചനത്തിലൂടെ സൗഖ്യം നൽകും, വചനത്തിലൂടെ ആശ്വാസം നൽകും, വചനത്തിലൂടെ രൂപാന്തരീകരണം നൽകും. യോഹന്നാൻ 10:35. ദൈവവചനം ആരുടെ പക്കലേക്ക് ചെല്ലുന്നുവോ അവരെ ദൈവങ്ങളെന്നവൻ വിളിച്ചു. സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യേശു ഉദ്ധരിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 24 മണിക്കൂറിൽ 10-1 സമയം ദൈവവചനത്തിനു വേണ്ടി മാറ്റിവെക്കുക. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. 24 മണിക്കൂറിൻ്റെ 10-1 2.5 മണിക്കൂർ വരും. കാലത്തും വൈകുന്നേരവും അരമണിക്കൂർ സമയം വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ മാറ്റിവെക്കുക. നല്ല വചനങ്ങൾ അടയാളപ്പെടുത്തുക, പിന്നീട് ഇത് കുറിച്ചെടുക്കുക. നിങ്ങളിൽ അനേകം പേര് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് നല്ല ബൈബിൾ വചനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അവരൊന്ന് കൈ ഉയർത്തിക്കുകയും അവരൊന്ന് എഴുന്നേറ്റ് നിന്നെയും ആദ്യമായിട്ട് നമുക്ക് കൈയടിച്ചൊന്ന് സ്തുതിക്കാം. കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ ദൈവവചനം പഠിക്കാൻ കൃപ നൽകിയതിൻ്റെ അടയാളമാണിത്. ഒരു വലത് കരം ഉയർത്തി, 2 കരം ഉയർത്തി ഒരു വീശി കാണിച്ച് ദൈവവചനം വായിച്ച് ദൈവവചനം അടയാളപ്പെടുത്തുവാൻ കൃപ ലഭിച്ചവരാണ്. ഇതൊരു വലിയ വൻകൃപയാണ്. ഇരിക്കുക. ഇനി ഞാൻ അടുത്ത വാചകം പറയുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നരുത്. ഈ ദൈവവചനം നമ്മൾ അടയാളപ്പെടുത്തിയത് തളർവാദ രോഗികളുടെ ഫൂട്ട് പോലെ അവിടെ കിടക്കുകയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള വചനങ്ങൾ ഒന്നുകൂടെ വായിച്ചിട്ട് ഡയറിയിലേക്കോ നോട്ട്ബുക്കിലേക്കോ കുറിച്ചെടുക്കണം. വലിയ പാരഗ്രാഫല്ല, അർത്ഥപൂർണമായ 1-2 വചനങ്ങൾ. ഒരു പേജിൽ 2-3 വചനങ്ങൾ എഴുതി വെച്ചാലും മതി. അങ്ങനെ തിരഞ്ഞെടുത്ത വചനങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വരും, പരിശുദ്ധാത്മാവ് വരും, അത്ഭുതങ്ങൾ അരങ്ങേറും, രോഗശാന്തികൾ ഉണ്ടാകും, ദുഃഖം മാറും, നിരാശ മാറും. നമ്മൾ വചനം ഏറ്റുപറഞ്ഞ് ഈ വചനത്തിൻ്റെ ശക്തിയാൽ 1000-ങ്ങളെയും 10,000-ങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ അത് വലിയ പ്രേക്ഷിത മധ്യസ്ഥ പ്രാർത്ഥനയാകും. അനേകായിരങ്ങൾക്ക് രോഗശാന്തി കൊടുക്കാൻ ആ വചനങ്ങൾ നമ്മുടെ നാവിലൂടെ ഉച്ചരിക്കുമ്പോൾ, മധ്യസ്ഥം വഹിക്കുമ്പോൾ ദൈവം നമ്മളെ ഉപകരണമാക്കും. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ Praise the Lord. Praise the Lord. ഇവിടെ വന്നപ്പോൾ ഞാനൊരു സഞ്ചിയും തൂക്കിയിട്ടാണ് വന്നത്. പലപ്പോഴും അങ്ങനെയാണ് വരാറുള്ളത്. സഞ്ചിക്കകത്തൊരു സമ്പൂർണ്ണ ബൈബിൾ കാണും, ഇതുപോലെ ഏതാനും പുസ്തകങ്ങൾ കാണും. ഇത് വചനാഭിഷേക പുസ്തകമാണ്, 300 വചനമുള്ള പുസ്തകം. ചിലപ്പോൾ ഈ വചനം തുറന്ന് വായിക്കുമ്പോൾ ഇന്ന് പറയാനുള്ള വചനം കർത്താവ് ഓർപ്പിച്ചു തരും. പ്രാർത്ഥനാ ഗ്രൂപ്പിന് പോകുന്നതിന് മുമ്പ് ഈ വചനപുസ്തകം തുറന്നിട്ട് ഒരു 4-5 വചനം കുറിച്ചെടുക്കുക. ജപമാല ചൊല്ലുന്നതിന് മുമ്പ് വചനപുസ്തകം തുറന്നെടുത്തിട്ട്, അല്ലെങ്കിൽ മറ്റൊരു വചനപുസ്തകം തുറന്നെടുത്തിട്ട് ഒരു 4-5 വചനം കുറിച്ചെടുക്കുക. ജപമാല ചൊല്ലുമ്പോൾ ഒരു വചനം, ഒരു രഹസ്യത്തിൽ ഒരു വചനം, സാധാരണ നമുക്ക് കാണാതെ അറിയത്തില്ലാത്തൊരു വചനം എടുത്ത് ഓരോ നന്മ നിറഞ്ഞറിയത്തിനും ഏറ്റുപറയുക. ഒരു വചനം തന്നെ 10 പ്രാവശ്യം നമ്മൾ പറയും. അപ്പോൾ ആ രഹസ്യം ചൊല്ലി കഴിയുമ്പോൾ ഒരു വചനം നമ്മളിൽ മനഃപ്പാടമായി ഹൃദയസ്ഥമായി തങ്ങിയെന്നും വരാം. അങ്ങനെ ഒരു ജപമാല ചെല്ലുമ്പോൾ 5 വചനങ്ങളെങ്കിലും മനഃപ്പാടമാകും. ദൈവവചനത്തിന് എന്തുമാത്രം ശക്തിയുണ്ട്! 1000 പൊൻ വെള്ളി നാണയങ്ങളെക്കാൾ ശക്തിയുണ്ട്, വിലയുണ്ടെന്ന് 119-ാം സങ്കീർത്തനം പറയുന്നു.
ദൈവവചനത്തിന് ദൈവതുല്യമായ ശക്തിയുണ്ടെന്ന് നമുക്കറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവതുല്യം ശക്തിയുള്ള വചനം ഉണ്ടാകട്ടെ എന്ന വചനം കൊണ്ട് ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ, ഭൂമിയേക്കാൾ 1 കോടി മടങ്ങ് മുഴുപ്പമുള്ള സൂര്യനേക്കാൾ വലിപ്പമുള്ള 10,000 കോടി നക്ഷത്രത്തെ ഒറ്റ വാക്കാൽ സൃഷ്ടിച്ച് അതേ വാക്കാൽ പരിപാലിക്കുന്നവൻ യേശു. എബ്രായർ 1:3 പറയുകയാണ്, ഇതെല്ലാം സൃഷ്ടിച്ചത് വചനം, അതേ വചനത്താൽ പരിപാലിക്കുന്നു പ്രപഞ്ചത്തെ മുഴുവനും. അനന്തശക്തിയുള്ള വചനം കുറിച്ചെടുത്ത് ഏറ്റുപറയാൻ ദിവസേന 10-1 സമയം മാറ്റിവെക്കുക. പരിശുദ്ധ അമ്മയെക്കുറിച്ചൊരു വചനം പറയാം. കന്യകാ മറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ ചെന്നു. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തും ഉദരത്തിലുള്ള ശിശുവും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. നമ്മൾ ജപമാല ചെല്ലുമ്പോൾ അനേകം പേര് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ പിതാവായ ദൈവം തിരുമനസ്സായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കാൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് ഗബ്രിയേൽ മാലാഖയിലൂടെ പറഞ്ഞ വചനം, എഴുതപ്പെട്ട വചനം നമ്മൾ ആവർത്തിച്ചേറ്റു പറയുമ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലെ പൈശാചിക പീഡകൾ വിട്ടുപോകും. അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. പക്ഷേ നമ്മളിങ്ങനെയുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉഴപ്പുന്ന രീതിയിൽ ഇരിക്കരുത്. ചാരിക്കിടക്കുക, ബഹുമാനമില്ലാതെ ഇരിക്കുക, അതൊന്നും ചെയ്യരുത്. നട്ടെല്ല് നിവർത്തിയിരിക്കുക. കസേരയിൽ വേണമെങ്കിൽ ഇരിക്കാം, ബെഞ്ചിലിരിക്കാം, മുട്ടുകുത്താം, നമുക്ക് ചമ്രം പടിഞ്ഞിരിക്കാം. കഴിയുന്നിടത്തോളം ബഹുമാനപൂർവ്വം നട്ടെല്ല് നിവർത്തിയിരിക്കുക. ഇടയ്ക്ക് കണ്ണടച്ച് ഇടയ്ക്ക് കണ്ണ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ ഏകാഗ്രത? അങ്ങനെ പ്രാർത്ഥിച്ചോണം. മാതാവിൻ്റെ രൂപത്തെ, ഈശോയുടെ രൂപത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ ബലവിചാരമില്ലാതെ പ്രാർത്ഥിക്കാവുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോണം. കണ്ണടയ്ക്കുമ്പോഴാണ് കൂടുതൽ ഏകാഗ്രതയും ആനന്ദവുമെങ്കിൽ അങ്ങനെ ചെയ്യാം. കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കുരിശുരൂപത്തെ നോക്കി, മാതാവിൻ്റെ, ഈശോയുടെ, വിശുദ്ധന്മാരുടെ രൂപത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ ഏകാഗ്രതയുള്ളതെങ്കിൽ അങ്ങനെ ചെയ്തോണം. നമ്മൾ ഏകാഗ്രതയോടുകൂടെ ദൈവഭക്തിയിൽ ലയിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.